എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിയൽ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ ഇത് തയ്യാറാക്കാനും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്നത് തന്നെയായിരിക്കും. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന അവിയലിനേക്കാളും ഒന്നുകൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പൊട്ടും തന്നെ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്ക എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പയർ, ചേന, പച്ചക്കായ. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കനം കുറച്ചിട്ട് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർത്തെടുത്തതാണ്. ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. മൺചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ കിടന്നിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്, ഈ വെജിറ്റബിൾസൊക്കെ പൊട്ടിപ്പോവും. അപ്പം സ്മൂത്തായിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് വേവണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അവിയൽക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ 1 മുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് അരിഞ്ഞു പോവരുത്. ഈ രീതിയിലാവണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പല സമയം വെജിറ്റബിൾസ് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പച്ചക്കറികളൊക്കെ ഒടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്തിട്ടില്ല, കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വീണ്ടും അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം അവിയലിൻ്റെ വെജിറ്റബിൾസ് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത്. ഒരു 80% ഒക്കെ ഒന്ന് കുക്കായാൽ മതി. ഇതിലേക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ചതവ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഉടഞ്ഞു പോവാത്ത രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ആ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം അങ്ങ് കുക്ക് ചെയ്തെടുക്കരുത്. തൈര് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അടപ്പ് തുറക്കുന്നത്. അപ്പോൾ അത് തേങ്ങയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില കൈ വെച്ചിട്ടൊന്ന് ഞരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയുള്ളിയുടെ നീരാണ്. ഞാനിപ്പോൾ ഒരു 5 ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചെറിയുള്ളിയുടെ നീര് ചേർത്ത് കൊടുത്താൽ അവിയലിന് സാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ്.
നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ദാ നമ്മുടെ ഇരട്ടി രുചിയിലുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഒടിഞ്ഞു പോവാതെ തന്നെ കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിൽ ഒട്ടുമിക്ക പേർക്കും അവിയൽ തയ്യാറാക്കാൻ അറിയായിരിക്കാം. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവില്ല. ഇപ്പോൾ ഓണൊക്കെ ആയില്ലേ, അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ തയ്യാറാക്കണ തിരക്കിലാവും. അപ്പോൾ അവിയൽ തയ്യാറാക്കുമ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക.